ശ്രുതി, നിരാശാജനകമാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെന്ന് എല്ലാവരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് അവരുടെ ബന്ധുക്കൾ പോലും ഇതിൽ സംതൃപ്തരല്ല, രക്ഷാപ്രവർത്തനത്തിൽ സംതൃപ്തമല്ല എന്നുള്ളതാണ് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഇപ്പോൾ സിനോജ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്നിപ്പോൾ രാവിലെ ആയതോടുകൂടി 4 ദിവസം പിന്നിടുകയാണ് ഒരു ചെറുപ്പക്കാരനെ കാണാതായിട്ട്. പക്ഷേ അങ്ങനെ ഒരു ഇടപെടലും സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. കർണാടക സർക്കാരാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് മുതലാണ് കുറച്ച് ശക്തമായുള്ള ഒരു തെരച്ചിൽ തുടങ്ങിയത് എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാർ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇത്തരം ഒരു വിഷയം മാധ്യമങ്ങൾ വലിയ വാർത്തയായി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ആശങ്ക സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഒരു മന്ത്രിതല സംഘമെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മന്ത്രിയെങ്കിലും നേരിട്ട് അവിടെ എത്തുക എന്ന് പറയുന്ന ഒരു പക്ഷേ കുടുംബത്തിന് ആശ്വാസകരമാണ്. ഒപ്പം അത് കർണാടക സർക്കാരിനൊരു പ്രചോദനം കൂടിയായിരിക്കും ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഒന്നുകൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടി. ഈ മുമ്പ് ഉള്ളതുപോലെയല്ല, കേരളത്തിലെ നേതാക്കൾക്ക് കുറച്ചുകൂടി ആക്സസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കർണാടക. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ മുഖ്യമന്ത്രിയുമായും സർക്കാരുമായൊക്കെ സംസാരിച്ചു എന്നുള്ളതാണ് വിശദീകരിക്കുന്നതെങ്കിൽ പോലും ഈ സമയം വരെയും ഒരു കൃത്യമായ രക്ഷാപ്രവർത്തനം വളരെ നല്ല രീതിയിൽ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് കഴിഞ്ഞില്ല. അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നേരിട്ട് ആരെങ്കിലും അങ്ങോട്ടേക്ക് പോവുകയും ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള ചുമതല കൊടുക്കുകയും വേണം എന്നുള്ളതാണ്. നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതും കത്തിടപാടും ഫോണിടപാടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അർജുൻ്റെ കുടുംബം, അതുപോലെ അർജുൻ്റെ നാട്ടുകാർ, അർജുനെ അറിയുന്നവരെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഓരോ നിമിഷം കഴിയുമ്പോഴും അവരുടെ ആശങ്ക കൂടുകയും ചെയ്യുകയാണ്. പക്ഷേ ആ രീതിയിലൊന്നും സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ വലിയ വാർത്തയാകുമ്പോഴാണ് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി ഇന്നലെ കേരള മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് ഒരു കത്തയക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതും കത്തയക്കുന്നതും അങ്ങനെ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണം എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പക്ഷേ പിന്നീട് അതിനു മുമ്പാകെ തന്നെ ഇന്നലെ ഗണേഷ് കുമാർ ഇവിടെ നിന്നൊരു സംഘത്തെ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിലും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരല്ലാതെ വേറെ ആരുമില്ല. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ കഴിയുക എന്ന വലിയ ചോദ്യവും ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ വനമന്ത്രി AK ശശീന്ദ്രൻ വീട്ടിൽ പോയി കുടുംബാംഗങ്ങളെ കണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞതും എല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു വേഗത അവിടെ കാണുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് മറ്റൊരു സംവിധാനത്തെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ സൈന്യം വരണം തുടങ്ങിയ ആവശ്യങ്ങൾ ബന്ധുക്കൾ ഉയർത്തുമ്പോൾ അതൊന്നും വേണ്ടതില്ല എന്ന് അവിടുത്തെ പോലീസ് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. പക്ഷേ അങ്ങനെയെങ്കിൽ അതിനനുസരിച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമില്ല. രാവിലെ ഉണ്ടായ ഒരു പ്രതീക്ഷ ഒരു സിഗ്നൽ റഡാറിൽ കണ്ടിരുന്നു. പക്ഷേ അത് ഈ ലോറിയല്ല എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കും കൂടി കാര്യങ്ങളെത്തി. രക്ഷാപ്രവർത്തനത്തിനും ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാരണം കൂടുതൽ മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്താൽ ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കൂടുതൽ മണ്ണിടിയും. അർജുനൊപ്പം മറ്റുള്ള ആളുകളും അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുകയും ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെങ്കിൽ കേരളത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഇടപെടൽ അത്യാവശ്യമാണ്. ഇന്നലെ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ചെയ്യേണ്ടത് തന്നെയാണ്, ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇനി ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഒരു മന്ത്രിയെയും അതുപോലെ തന്നെ ഈ രംഗത്ത് എക്സ്കവേഷൻ രംഗത്തൊക്കെ എക്സ്പേർട്ടായ ആളുകളെയും കൂടിയുള്ള ഒരു സംഘത്തെ കർണാടകയിലേക്ക് സംഭവ സ്ഥലത്തേക്ക് അയക്കുകയും അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് എങ്ങനെയൊക്കെ നേതൃത്വം നൽകാൻ കഴിയുമെന്നതിൻ്റെ ഒരു ഇടപെടൽ നടത്തുകയും വേണം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അങ്ങനെയൊരു നീക്കം ഇതുവരെയും ഉണ്ടായില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നലെ ഈ വാർത്ത സജീവമായി വന്നതോടുകൂടി മാത്രമാണ് സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടുന്നത് തന്നെ. പക്ഷേ എന്നായാലും ഇതുവരെയും ഫിസിക്കലായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായില്ല എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഒരു മന്ത്രിയെങ്കിലും കുറച്ച് ഉദ്യോഗസ്ഥ സംഘവുമായും അതുപോലെ തന്നെ ഇങ്ങനെ ഖനനം ചെയ്ത് ആളുകളെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം നടത്താൻ ശേഷിയുള്ള ആളുകളുമായി അവിടെ എത്തുകയാണെങ്കിൽ, ആ സർക്കാരുമായി കോർഡിനേറ്റ് ചെയ്ത് എത്തുകയാണെങ്കിൽ അത് അവർക്കും വലിയ സഹായമാവും എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ജോയിയെ നഷ്ടപ്പെട്ട സമയത്ത് നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം നമ്മുടെ മുമ്പിലുണ്ട്. പരമാവധി മാക്സിമമാണ് അവർ ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു പ്രവർത്തനം കർണാടകയിൽ നടക്കുന്നില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ബന്ധുക്കളും ആ ആരോപണം ഉയർത്തിക്കാട്ടുന്നുണ്ട്. സ്വാഭാവികമായി അങ്ങനൊരു ഇടപെടൽ ഇനി വേണമെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് അവിടുത്തെ സർക്കാരുമായി അടുത്ത ബന്ധമുണ്ട്. അവരുടെ രീതിയിലും ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഇനിയിപ്പോഴുള്ള ഓരോ നിമിഷവും കഴിഞ്ഞ ദിവസം വൈകിട്ട്
വരെയൊക്കെ വീട്ടുകാർക്കൊക്കെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന നിലയിലേക്ക് രക്ഷാപ്രവർത്തനം ഊർജിതമല്ല എന്ന വാർത്തകൾ വരികയാണ്. അങ്ങനെ ഉണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇനിയിപ്പോൾ നേരിട്ടുള്ള ഇടപെടൽ വേണം. അതിന് പറ്റുമെങ്കിൽ 1-2 മന്ത്രിമാർ അങ്ങോട്ടേക്ക് പോകുന്നതിനെക്കുറിച്ചോ അതല്ലെങ്കിൽ ഈ രംഗത്ത് വിദഗ്ധരായ ആളുകൾ അവിടെ പോയി ഇതിന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാറ്റുന്നതിനോ ശ്രമിക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നീക്കവും എന്തായാലും ദൗർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ശ്രുതി.